നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. ഈ ആശ്രമ മൈതാനം എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി മൈതാനത്തിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മൈതാനമായിട്ട് ഞാൻ കാണുന്നു. ഇതിനൊത്തിരി ചരിത്രമുണ്ട് ഈ മൈതാനത്തിന്, അല്ലേ? ഒത്തിരി ചരിത്രമുണ്ട്. MLAക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഈ മൈതാനത്തിൽ ഒരു ചരിത്ര സംഭവം എന്തായിരിക്കും? അല്ല, അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വരുന്നില്ല. ഞങ്ങൾ ഇത് ആശ്രമ മൈതാനം ഇത്രയും ജനനിബിഡമാകുന്ന തരത്തിലേക്ക് മാറ്റിയത് ഞാനുൾപ്പെടെ കൊല്ലം കോർപ്പറേഷനിലിരിക്കുമ്പോൾ കൊല്ലം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഒരു കൊല്ലം ഫെസ്റ്റ്. കാരണം അതിനു മുമ്പ് കൊല്ലത്തെ എല്ലാ പ്രോഗ്രാമും കണ്ടോൺമെൻറ്റ് മൈതാനിയിലായിരുന്നു. ഇവിടെ വെച്ചാൽ വിജയിക്കില്ല എന്നുള്ള തരത്തിൽ, കാരണം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്ന ആ സമയത്ത് കൊല്ലം കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ നടത്തിയ കൊല്ലം ഫെസ്റ്റ് 2 മാസക്കാലം നീണ്ടുനിന്ന ആ പ്രോഗ്രാമാണ് ഇവിടെ ജനങ്ങളെ ഒഴുകി എത്തിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത്. അതിനുശേഷം മിക്കവാറും ഇപ്പോൾ എല്ലാ പ്രോഗ്രാമും ആശ്രാമത്ത് തന്നെയാണ്. നമുക്ക് വിഷ്ണുനാഥ് MLA കൂടെ വരുന്നുണ്ട്. വിഷ്ണുനാഥ് MLA കൂടെ ഇവിടെ അങ്ങ് കൂടുകയാണ് നമ്മുടെ ഒപ്പം. അതാണ് എങ്ങനെയുണ്ട്? രണ്ടുപേരും കൂടെ ഉണ്ട്. അല്ല, അത് ഞാൻ കാണുന്ന കമ്മിറ്റിയും ഫുഡ് കമ്മിറ്റിയായിട്ട് നമ്മൾ ഒരു മാസമായിട്ട് പുള്ളിയുടെ കൂടെ നിൽക്കുക. അതെ അതെ അതെ, പ്രോഗ്രാം കമ്മിറ്റി. ഇപ്പം MLAയുടെ ഒരു കലോത്സവ ഓർമ്മ വന്നു. നാടകമൊക്കെ കളിച്ച നാടകത്തിന് ഡയലോഗ് ഉൾപ്പെടെ പറഞ്ഞു. വിഷ്ണുനാഥ് MLAക്ക് ഇത് വിഷ്ണു നാടക ഞാൻ സ്കൂളിൽ നിന്ന് വന്നത് നാടകത്തിലാണ്. 1 നാടകം, 2 പദ്യപാരായണം. ഞാനിവിടെ വെണ്ടാർ ശ്രീ വിദ്യാധിരാജ ഹൈസ്കൂളായിരുന്നു, കൊല്ലം ജില്ലയിൽ തന്നെയുള്ള. അപ്പോൾ 1 നാടകത്തിൽ തന്നെ ആയിരുന്നു നാടകം, അത് കഴിഞ്ഞ് പദ്യപാരായണം. ഇത് രണ്ടും. ഷമീർ, അതിനകത്തുള്ള വേറെ പോയിന്റ് എന്താണെന്നറിയോ? ഇപ്പം MLA ഇത് പറയുന്നുണ്ടെങ്കിലും MLA നല്ല പാട്ടുകാരനും കൂടെയാണ്. അത് MLA ഒരു പാട്ട് ഇവിടെ പാടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഈ നൗഷാദ് MLAയുടെ മുമ്പ് വെച്ചൊരു പാട്ട് പാടും. മൈക്കൊന്ന് കൊടുത്തോ. പഴയൊരു പാട്ട് പാടും. നമ്മുടെ പ്രഭാവർമ്മ സാർ എഴുതിയ പാട്ടാണ്, ശരത്തിന്റെ സിനിമയിൽ. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പരത്തുന്നതായി, നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിരുത്ത് ഞാനോമലേ, ഒരു വേള നിന്നേർക്കു നീട്ടിയില്ല. കമ്മിറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിൽ MLA പാടി. അതല്ലേ? അല്ല, എന്ത് മനോഹരമായിട്ടാണ് പാടുന്നത്, അല്ലേ? അല്ല, ഗായകനാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. കലാകാരനാണല്ലോ പുള്ളിയുടെ. ഞങ്ങള് നിയമസഭയില് നൗഷാദിന്റെ ഒരു ശബ്ദം കേട്ടിട്ടില്ലേ? ഒരു ശരിയായ നാടക നടന്റെ ശബ്ദമാണ്. അപ്പൊ നിയമസഭയിൽ സത്യം ഞങ്ങൾ പറയാറുണ്ട്, മൈക്ക് ഓഫ് ചെയ്താലും പ്രസംഗിക്കാൻ പറ്റുന്ന ഒരാളാണ് നൗഷാദ് MLA. മൈക്കിന്റെ ഒന്നും ആവശ്യമില്ല, അത്ര വലിയ ശബ്ദമാണ്, അത്ര ഗംഭീരമുള്ള ശബ്ദമാണ്. നമ്മളെ ഒരു അഭിനന്ദനം അറിയിക്കുമ്പോഴേ അത് കേട്ട് ആസ്വദിച്ചോണ്ട് നിന്നതാണ്. മറന്നുപോയി. ഇത്ര ഒരു വേദിയിൽ വെച്ച് വരും. നമുക്ക് ഇതിനകത്ത് കാണുന്നത് 2 രാഷ്ട്രീയ ധ്രുവത്തിൽ നിൽക്കുന്നവർ. കലയെ സ്നേഹിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും. കലയിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ഒന്നുമില്ല എന്നുള്ള തെളിവാണ് ഈ കലോത്സവം എന്ന് പറയുന്നത്. അത് കൃത്യമായ ഒരു പോയിന്റ് അല്ലേ? കൊല്ലം നമ്മൾ ഇന്നലെ തന്നെ ഇപ്പോൾ ഇവിടെ ട്രോഫി വന്നപ്പോൾ തന്നെ കൊല്ലത്തിൻ്റെ ഒരു ജനകീയ മേളയായിട്ട് ഈ യുവജനോത്സവം മാറിക്കഴിഞ്ഞു. നാട്ടുകാരുടെയൊക്കെ വലിയ പങ്കാളിത്തമാണ്. അപ്പോൾ കല എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു രാഷ്ട്രീയവും ഇല്ല, കലയ്ക്ക് മതമില്ല, കലയ്ക്ക് സാധാരണക്കാരനെന്നോ സമ്പന്നനെന്നോ ഉള്ള വ്യത്യാസമില്ല. അപ്പോൾ അതാണ് കല എന്നതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ കല എല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്നതാണ്, കല എല്ലാത്തിനെയും ഒരുമിപ്പിക്കുന്നതാണ്, എല്ലാ മതിലുകളെയും ഇല്ലാതാക്കുന്നതാണ്. അപ്പോൾ ആ ഒരുമയാണ് ഈ കലോത്സവ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നൗഷാദ് MLA നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ടുണ്ട്, നാടക നടനാണ്. നാടകത്തിൻ്റെ പേരൊന്നും കൂടെ വിഷ്ണു MLA കേട്ടിട്ടില്ല. നാടകത്തിൻ്റെ പേരൊന്ന് കേട്ടു വയ്ക്കണം. ഞാൻ വിഷ്ണുവായിട്ടുള്ള ചാനലിൽ ഒരുമിച്ചുണ്ടായിരുന്നു. അത് വിഷ്ണു കേട്ട് കഴിഞ്ഞു. അത് ഉറപ്പല്ല, പുറത്ത് കാണും. ഒരു തവണ കേട്ടതേ. അച്ഛൻ
അല്ല, അന്ന് ഞാൻ മരിച്ചില്ല. അന്ന് ഞാൻ മരിച്ചില്ല എന്നുള്ളതാണ്. അന്ന് ഞാൻ മരിക്കാത്തതുകൊണ്ടാണ് ഇപ്പൊ MLA ആയിട്ട് നിൽക്കുന്നത്. അതാണ് എന്റെ കൃത്യമായ പോയിന്റ്. അതുകൊണ്ടാണ് ഇവിടെ ശക്തനായി നിൽക്കുന്നത്. നിങ്ങൾ രണ്ട് കമ്മിറ്റിയിലാണല്ലോ, ഇത് പ്രോഗ്രാം കമ്മിറ്റിയിലും ഇത് ഫുഡ് കമ്മിറ്റിയിലും. ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം എങ്ങനെയാണ്? ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനം നന്നായി നടക്കുന്നു. ഇവിടെ 2 കമ്മിറ്റികൾ അങ്ങനില്ല. ഇവിടത്തെ സംബന്ധിച്ച് ഒരു ടീമാണ്. പരസ്പരം അങ്ങോട്ടും ഇല്ലാതെ ഇങ്ങോട്ടും ഇത് നടത്താൻ പറ്റത്തില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചും സഹകരിച്ചും. ഇപ്പോൾ ഫുഡ് കമ്മിറ്റിയുടെ അവരുടെ ആവശ്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്, അവർ ചെയ്യും. നമ്മളത് ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കാറുണ്ട്. തിരിച്ച് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചില കാര്യങ്ങൾ ഫുഡ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ആ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് ഇടപെട്ട് പരിഹരിക്കുക. എല്ലാ കമ്മിറ്റികളും 20 കമ്മിറ്റികളുണ്ട്. 20 കമ്മിറ്റികളും വ്യത്യസ്ത സംഘടനകളാണ്. പക്ഷേ ഇവിടെ എല്ലാവരും ഒന്നാണ്. അതാണ് ഈ മേളയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് ദിവസങ്ങളോളം ഇവിടെ ക്യാമ്പ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോരാക്കുറവുകൾ അതെങ്ങനെ പരിഹരിക്കാം, അതിൽ ആരൊക്കെ ഇടപെടണം, ഇങ്ങനെയുള്ള ചർച്ചകളെ ഇപ്പം ഇവിടെ ഉള്ളൂ. അത് മാറ്റണ്ടേ? എന്നോട് രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായല്ലേ? അതാണ് പറഞ്ഞത്, അത് മാറ്റണ്ട എന്ന് കൃത്യമായിട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. 14,000 കുട്ടികൾ പാർട്ടിസിപ്പൻസ്, അവരുടെ എസ്കോർട്ടിംഗ് ടീച്ചേഴ്സ്, അവരുടെ പേരൻസ്, റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന 800 മാധ്യമ പ്രവർത്തകർ, പോലീസ്, ഒഫീഷ്യൽസ്, ഇത്രയും ആളുകളെ NSS, NCC, SPC, ജൂനിയർ റെഡ് ക്രോസ്, ഇവരെല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഈ 20 കമ്മിറ്റിയും ഒറ്റ ടീമായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ലീഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഓരോ കമ്മിറ്റിയുടെ ചുമതല ഏറ്റെടുത്ത് അങ്ങനെ ആ ഒരു ലീഡർഷിപ്പിൽ പോവുക, ഒറ്റ ടീമായിട്ട് പോവുക. അല്ല ഇത് പാളിപ്പോവും. ഈ സ്കൂൾ തലത്തിൽ കലോത്സവം, കോളേജ് തലത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു ഓർമ്മയുണ്ടല്ലോ, നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു ഓർമ്മയുണ്ടാവും. അങ്ങനെ ഒരു ഓർമ്മ ഉണ്ടെങ്കിൽ MLAക്ക് അതായിരിക്കും. ഞാൻ കലോത്സവം കോളേജ് നാടകത്തിൻ്റെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് OV വിജയൻ്റെ കടൽ തീരത്തെന്ന് പറഞ്ഞ നാടകം അഹമ്മദ് മുസ്ലിം സംവിധാനം ചെയ്തതാണ്. മുസ്ലിമുകപ്പം കഴിഞ്ഞ കോവിഡിൽ നമ്മളെ വിട്ടുപോയി. അപ്പോൾ അത് ഞങ്ങൾ കായംകുളത്തായിരുന്നു, MSM കോളേജിൽ. ഞങ്ങൾക്ക് ആ നാടകത്തിന് 2ാം സ്ഥാനം കിട്ടി. ശാസ്താംകോട്ട കോളേജ് എൻ്റെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ പോയത്. മത്സരം നടന്നത് MSM കോളേജ് വെച്ചിട്ടാണ്. അപ്പോൾ അത് അന്ന് ഈ പറഞ്ഞതുപോലെയാണ് മത്സരം ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടേണ്ടതാണ്. ചെറിയ ടൈമിങ്ങിൽ വ്യത്യാസം വന്നു. ക്ലൈമാക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട സീൻ ചെയ്യുന്നതിന് മുമ്പ് ആ ടൈമിംഗ് കറക്റ്റ് ആവാത്ത കാരണം ബെല്ലടിച്ച് കട്ടൻ താത്തി നാടകത്തിന് 2ാം സ്ഥാനമായിപ്പോയി. ഒരു അര സെക്കൻഡിൻ്റെ വ്യത്യാസമാണ് 1ാം സ്ഥാനം കിട്ടിപ്പോയത്. കാരണം എന്നിട്ട് പോലും 2ാം സ്ഥാനം തന്നു. നാടകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അവസാനത്തെ അര സെക്കൻഡിൽ ചെയ്യേണ്ടത്. ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ വിഷമമുണ്ടായി. പക്ഷെ എന്നാലും ബെസ്റ്റ് ആക്ടർ കിട്ടി, ബെസ്റ്റ് കൊമേഡിയൻ കിട്ടി. OV വിജയൻ്റെ കടൽ തീരത്തിൻ്റെ നാടകാവിഷ്കാരമായിരുന്നു. മുസ്ലിമിക്കയാണ് അത് നാടകമായിട്ട് മാറ്റിയത്. പണ്ട് സിനിമയൊക്കെ ആയിട്ട് വന്ന ഒരു ചെറു കഥയാണത്. ആ ഓർമ്മയുണ്ട് എനിക്കിവിടെ. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ്. നമ്മൾ പല വേദികളിലും കാണും. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഓക്കെ ആയിട്ട് അതൊരു പാഠവും കൂടെ ആയിരുന്നു. ചിലപ്പോൾ ആയിരിക്കാം ഈ യൂത്ത് ഫെസ്റ്റിവലിലെ ആ അര സെക്കൻഡ്, ചിലപ്പോൾ അര സെക്കൻഡിന് എത്ര പ്രാധാന്യം ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകും പിന്നീടത്തേക്ക്.